നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിശാഖം നക്ഷത്രത്തെക്കുറിച്ചാണ്. ഇത് തുലാം രാശിയിൽ 3 പാദവും തുലാം രാശിയുടെ അവസാന 3 പാദവും വൃശ്ചികത്തിലെ 1 പാദം ചേർന്ന ഒരു നക്ഷത്രമാണ്. 2 രാശികളുണ്ട്. തുലാം രാശിയുമുണ്ട്, വൃശ്ചികം രാശിയുമുണ്ട്. തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ്, വൃശ്ചിക രാശിയുടെ അധിപൻ കുജനാണ്. ഈ നക്ഷത്രം, അതിൻ്റെ ചിഹ്നം, ഇത് മനോഹരമായിട്ടുള്ള വളരെ ശാഖകളോടുകൂടിയ ഒരു വൃക്ഷം. ഒന്നതാണ്. രണ്ടാമത് ഒരു ആർച്ച് ഓഫ് വിക്ടറി, വിജയത്തിൻ്റെ കവാടം എന്നൊക്കെ പറയുന്ന ഒരു ചിഹ്നം കൂടി ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട്. കാരണം വിജയത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന ആൾക്കാരെ സ്വീകരിക്കുന്ന ഒരു കവാടമാണത്. യുദ്ധഭൂമിയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെ വിജയിച്ചു വരുന്ന ഒരു സ്വഭാവക്കാരാണ് ഈ വിശാഖം നക്ഷത്രക്കാർ. അവർക്കൊരു വിഷയം കിട്ടിയാൽ അതിനു വേണ്ടി, അത് നേടിയെടുക്കാൻ വേണ്ടി എല്ലാവിധ ത്യാഗങ്ങളും നേരിടും. അവർ ഈ സ്റ്റാർ ഓഫ് അച്ചീവ്മെന്റ്സ്, സ്റ്റാർ ഓഫ് വിക്ടറി എന്നൊക്കെയാണ് ഈ നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങൾ കൊടുക്കുന്നത്. വിശാഖം നക്ഷത്രം ഈ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സ്വല്പം താല്പര്യക്കുറവുള്ളൊരു നക്ഷത്രമാണ് വിശാഖം. കാരണം വിശാഖത്തിൻ്റെ ലാസ്റ്റിൽ വരുന്നത് ചന്ദ്രൻ നീചമായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ ഈ കഥ പറയുന്നത് ചന്ദ്രനെ പറ്റിയുള്ള ചില കംപ്ലൈൻറ്റുകൾ അച്ഛനോട് പറഞ്ഞത്, ദക്ഷനോട് പറഞ്ഞത് വിശാഖമാണെന്നാണ്. അങ്ങനെയാണ് ചന്ദ്രന് ദക്ഷൻ ശപിക്കുന്നതുമല്ല. ആ ഒരു കാരണം കൊണ്ട് വിശാഖം നക്ഷത്രത്തിൽ ചന്ദ്രന് കുറച്ച് ഭാഗത്തിൽ ചന്ദ്രൻ നീചനാകുന്നുണ്ട്. അവിടെ ഒരു സ്വഭാവദോഷം ഈ നക്ഷത്രക്കാർക്ക് കാണും. കാരണം ദക്ഷനെപ്പറ്റി കംപ്ലൈൻസ് ആണ് പറഞ്ഞത്. അത് എന്തായാലും അവിടെ കുറച്ച് ഭാഗം നീചമായി വരുന്നു. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ തുലാം രാശിയിൽ സൂര്യനും നീചമാണ്. അവിടെ സൂര്യൻ നീചമാകുമ്പോൾ ശനി ഉച്ചത്തിൽ വരുന്നുണ്ട്. ശനി ഒരുപാട് സ്വാധീനം ഈ നക്ഷത്രക്കാർക്ക് നൽകുന്നുമുണ്ട്. ഈ നക്ഷത്രക്കാരുടെ, വിശാഖം നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ വ്യാഴമാണ്. അവരുടെ രാശാധിപന്മാർ ശുക്രനും കുജനുമാണ്. ഇനി ഇതിലൊക്കെ പ്രധാനപ്പെട്ടുള്ള മറ്റൊരു ഘടകം ഈ നക്ഷത്രത്തിൻ്റെ ഡയറ്റി, ദൈവം. അത് ദൈവങ്ങളാണ്. ഇന്ദ്രനും അഗ്നിയും. ഇന്ദ്രൻ ജലത്തിൻ്റെ ആളാണ്. മഴ ഇന്ദ്രൻ്റെ ഒരു ഭാഗമാണ്. മറ്റത് അഗ്നിയാണ്, ജ്വലനം. എല്ലാം പ്യൂരിഫിക്കേഷൻ, ഇതൊക്കെയാണ് അഗ്നിയുടെ ഫങ്ഷൻസ്. എന്തും പ്യൂരിഫൈ ചെയ്യുന്നത് അഗ്നിയാണ്. എല്ലാ കാര്യത്തിനും സാക്ഷ്യം വഹിക്കുന്നത്, മഹത്തായ കാര്യങ്ങൾക്കൊക്കെ നമ്മളെ ഹിന്ദു പുരാണങ്ങളിൽ അഗ്നിസാക്ഷിയായിട്ടാണ് എല്ലാ നല്ല കർമ്മങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 ഗ്രഹങ്ങൾക്കും 2 ദൈവങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്.
ഇന്ദ്രന് ഗുണങ്ങൾ ഉണ്ടെങ്കിലും കുറേ ദോഷങ്ങളുള്ളൊരു ദൈവമാണ്. ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല ഇന്ദ്രൻ. എന്നും സ്ട്രഗിൾ ഉണ്ടായിരുന്നു. സ്ഥാനം നിർണയിക്കാൻ വേണ്ടി സ്ഥാനങ്ങൾ നിലനിർത്താൻ വേണ്ടി ഒരുപാട് ആക്രമങ്ങളും ഒരുപാട് ത്യാഗങ്ങളും അനുഷ്ഠിക്കേണ്ടി വന്ന ഒരു ദൈവമാണ് ഇന്ദ്രൻ. അതൊരു സ്ഥാനമാണല്ലോ. അപ്പോൾ ആ സ്ഥാനം നിലനിർത്താനുള്ള പ്രക്രിയ, അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ദ്രന്. അത് ഈ നക്ഷത്രക്കാർക്കും ഉണ്ടാകും. സ്വഭാവത്തിലും ഇന്ദ്രൻ്റെ സ്വഭാവത്തിലും ഉള്ള ചില ദോഷങ്ങളും അഗ്നിയുടെ സ്വഭാവത്തിലുള്ള ഗുണങ്ങളും പ്യൂരിഫൈങ്, ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കൊടുക്കാം. ഇവിടെ ഈ രണ്ട് കോമ്പിനേഷൻ്റെ ബേസിൽ ഇവർക്കൊരു താല്പര്യം വരാൻ സാധ്യതയും അങ്ങനെ ആ താല്പര്യത്തിൽ ഒരു പ്രവർത്തന മേഖല കണ്ടെത്തുകയും ചെയ്താൽ അവർക്ക് ഗുണം ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആണ് ഡിസ്റ്റിലറി. കാരണം ഈ രണ്ട് ദൈവങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ് സോമരസം ആസ്വദിക്കൽ. രണ്ട് അഗ്നിയും ഇന്ദ്രനും ഒരുപോലെ അതിൽ ഇൻവോൾവ്ഡ് ആയിരുന്നു. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള ചില ഫീൽഡുകൾ ഈ നക്ഷത്രക്കാർക്ക് യോജിച്ചതായിരിക്കും. അതിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പെട്ടാൽ അതിലവർ ഉയർന്ന് പോകാൻ സാധ്യതയുണ്ട്. ഫിനാൻഷ്യലിയൊക്കെ ഒരുപാട് മെച്ചം കിട്ടാൻ സാധ്യതയുണ്ട്. ഇവർ പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ്. എന്തെങ്കിലും ഈ കെമിക്കൽ ഫീൽഡിലൊക്കെ ഇവർ വളരെയധികം മുന്നോട്ട് പോകും. കൂടാതെ വ്യാഴവും ശുക്രനും തമ്മിലുള്ള കോമ്പിനേഷൻ അതൊരു സെലസ്റ്റിയൽ കോമ്പിനേഷനാണ്. രണ്ട് പ്രധാനപ്പെട്ട ഗുരുക്കന്മാരുടെ കോമ്പിനേഷനാണ്, അസുരന്മാരുടെയും ദേവന്മാരുടെയും. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ്റെ ബേസിൽ വരുന്നത് എന്തൊക്കെയാണ്? തുലാം രാശിയാണെങ്കിൽ അവിടെ ഒരു ത്രാസിൻ്റെ ചിഹ്നം കൂടി നമുക്ക് കാണാം. ഇക്വാലിറ്റിയാണത്, എല്ലാം തുല്യമായി കാണുന്നതാണ്, നിയമമാണ്. ഒപ്പം തന്നെ ബിസിനസ്സുമുണ്ട്. ഈ ഫീൽഡുകളിലെല്ലാം ഇവർ വളരെ ഉയർന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളവരാണ്. കാരണം ബുദ്ധിയും അതിനുള്ള ശക്തിയും ഒക്കെ ഇവർക്കുണ്ടല്ലോ. നിയമത്തിൻ്റെ രംഗങ്ങളിൽ അതിബലവാന്മാരായിരിക്കും ഈ നക്ഷത്രക്കാർ. ഏറ്റവും നല്ല ഡിപ്ലോമാറ്റ്സ്, അംബാസിഡേഴ്സ്, അല്ലെങ്കിൽ വളരെ ന്യായം പറയും ശ്രേഷ്ഠന്മാരായ മധ്യസ്ഥന്മാർ, സംസാരത്തിൽ ഉഗ്ര സ്വഭാവം കാണിക്കുന്ന പ്രാസംഗികന്മാർ, ഉയർന്ന നിലയിലെത്തുന്ന പൊളിറ്റീഷ്യൻസ്, ഗവൺമെൻറ്റിൻ്റെ വലിയ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇവരൊക്കെ ഈ നക്ഷത്രക്കാരായിരിക്കും. കാരണം ഇവർക്ക് ഇവരുടെ നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് സിംഹമാണ്. ഇവരുടെ മൃഗം സിംഹമാണ്, കാട്ടിലെ രാജാവാണ്. രാജസ്വഭാവങ്ങൾ ഒരുപാടുള്ള ഒരു മൃഗമാണ് സിംഹം. വലിയ കുടുംബം നോക്കി നടക്കുന്ന ഒരു സ്വഭാവം സിംഹത്തിനുണ്ട്. വലിയൊരു കുടുംബമായിരിക്കും. ഓൺലി തിങ് എന്നും കുടുംബനാഥന് എന്നും ഒരു ശത്രുക്കളെ നേരിടേണ്ട സാഹചര്യം വരും എന്നുമുണ്ടത്. എപ്പോഴും സിംഹം ആ ഒരു ആധിപത്യം നിലനിർത്താൻ എന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു നിലപാട് ഇന്ദ്രനുമുണ്ട്. ഇന്ദ്രനും ശത്രുക്കൾ ധാരാളമാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്കും വിശാഖം നക്ഷത്രക്കാർക്കും ശത്രുക്കളുടെ ബാഹുല്യം കൂടും. പക്ഷേ ആ ശത്രുക്കളെ അതിജീവിക്കാനും അവരിൽ വിജയം നേടാനും വിശാഖം നക്ഷത്രക്കാർക്ക് സാധിക്കും. കൂടാതെ കുടുംബം അതൊരു വലിയ സങ്കല്പമാണ് സിംഹത്തിനെ സംബന്ധിച്ചിടത്തോളം. എന്നും കുടുംബജീവിതം വളരെ പ്രധാനമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും കുടുംബവും തറവാടും, ചിലപ്പോൾ തറവാടുകൾ സ്വന്തമായി കിട്ടി അവിടെ ജീവിക്കാനുള്ള നല്ല യോഗവും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. ഇവരുടെ വിവാഹ ജീവിതം സ്ത്രീകളെ സംബന്ധിച്ച്
ചില പ്രത്യേകതകൾ ഞാൻ പറയാം. വിശാഖം നക്ഷത്രത്തിന് മറ്റൊരു പേരുണ്ട്, രാധ. ശ്രീകൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖി. ഈ നക്ഷത്രത്തിന്റെ അടുത്ത നക്ഷത്രം അനുരാധയാണ്. രാധയ്ക്ക് ശേഷമുള്ളൊരു നക്ഷത്രമാണ്. എല്ലാവരും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്നേഹബന്ധമാണ് രാധയും കൃഷ്ണനും, രാധാകൃഷ്ണൻ. അതൊരു വല്ലാത്ത ഒരു സെലസ്റ്റിയൽ ലവ് ആണത്. എന്നും നമ്മൾ ആരാധിക്കുന്ന ഒരു സ്നേഹമാണ്. എന്നാലും അവിടെയും രാധയ്ക്ക് വിരഹത്തിൻ്റെ ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ വിട്ടുപോയതിന് ശേഷം രാധ ഏകദേശം ലൗകികമായുള്ള ജീവിതം രാധയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിലും ശ്രീകൃഷ്ണൻ തന്നെയായിരുന്നു രാധയുടെ മനസ്സിലെന്നും. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാധയുടെ അവസാനം എത്തിയപ്പോൾ രാധ കൃഷ്ണനെ കാണാൻ ആഗ്രഹിച്ചു. കൃഷ്ണൻ രാധയെ കാണാൻ വന്നു. രാധ കൃഷ്ണനോട് പറഞ്ഞത്, എനിക്കും എൻ്റെ പഴയ ആ വേണുഗാനം ഒന്ന് കേൾക്കണം. വൃന്ദാവനത്തിൻ്റെ എൻ്റെ ഓർമ്മകളെ എനിക്കൊന്ന് സജീവമാക്കണം. കൃഷ്ണൻ അത് ചെയ്തു കൊടുത്തു. ആ ഓടക്കുഴലിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ രാധ ഈ ലോകം നിന്നും പോകുന്നു. അവിടെ കൃഷ്ണനും വളരെ വേദനിച്ചു. ആ ഒരു സംഭവത്തിന് ശേഷം കൃഷ്ണൻ ഓടക്കുഴൽ ഉപയോഗിച്ചിട്ടില്ല. അവിടെ നിന്നും ആ ഓടക്കുഴൽ എറിഞ്ഞു കളയുകയാണ് കൃഷ്ണൻ ചെയ്തത്. ഇത് ഈ നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതത്തെപ്പറ്റി സ്പർശിച്ച് ഞാൻ പറയുകയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. കാഴ്ചയ്ക്ക് വളരെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നിയാലും അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാനിത് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സാധ്യതകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഗ്രഹനിലയിലും നമ്മുടെ ഈ ഒരു അനുഭവങ്ങളും ഈ നക്ഷത്രത്തിലുള്ള അനുഭവങ്ങളും കൂടി നമ്മൾ ചേർത്ത് നോക്കിയിട്ട് അങ്ങനെ വരാനുള്ള സാധ്യത നമ്മൾ ഒഴിവാക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഈ നക്ഷത്ര പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വരാൻ സാധ്യതയുള്ള ചില ദോഷങ്ങളും ഗുണങ്ങളുമൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടി നമ്മൾ നമ്മുടെ ഗ്രഹനിലകളും പരിശോധിക്കണം. ഇത് രണ്ടും കൂടി ചേർന്ന് പരിശോധിച്ചിട്ട് നമ്മൾ ഒരു തീരുമാനത്തിലെത്താൻ കഴിയും. നമ്മൾ എന്ത് ചെയ്യണം, എന്തെല്ലാം കറക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നേട്ടങ്ങൾക്കൊപ്പം തന്നെ ചില കോട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ നക്ഷത്രത്തിന് ചെറിയ ദോഷങ്ങളൊന്ന്, നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ചില ചിന്തകൾ ഉറച്ചു നിൽക്കും. വിദ്വേഷം ചെറിയ തോതിൽ നമ്മളെ സ്വാധീനിക്കും. അതുപോലെ തന്നെ അസൂയ, ഇങ്ങനെയുള്ള ചെറിയ ദോഷങ്ങൾ നമ്മളിൽ വരാൻ സാധ്യതയുണ്ട്. അതില്ലാതാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ജീവിത ചര്യകളിൽ കൂടി, പ്രാർത്ഥനകളിൽ കൂടി അതൊക്കെ ചെയ്താൽ വളരെ ശ്രേഷ്ഠമായ, വളരെ അനുഗ്രഹീതമായ ഒരു നക്ഷത്രമാണ് വിശാഖം. ഒരുപാട് സാധ്യതകൾ ഉണ്ട്. എല്ലാ നന്മകളും ഈ നക്ഷത്രങ്ങളിലുണ്ട്. കുറച്ച് തിന്മകൾ അത് നമ്മൾ തന്നെ സ്വയം പരിഹരിച്ചാൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. കൂടുതലായി പറയുന്നില്ല. അടുത്തത് അനുരാധ എന്ന നക്ഷത്രത്തെക്കുറിച്ചായിരിക്കും. അതുവരേക്കും വിട. താങ്ക്സ്.